വിലക്കയറ്റത്തെക്കുറിച്ച് ആലോചിക്കാതെ, ഇന്നത്തെ ഇന്ത്യൻ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാതെ ഒരു മനുഷ്യൻ വെറും ഒരു പൊട്ടിയായി ഒന്നും ഓർക്കാത്ത ഒരാളായി ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പിറകിൽ കാലിൻ്റെ മടമ്പിൽ എന്തോ തൊട്ടില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പട്ടി. ഇയാൾ പൊട്ടിയാണെങ്കിലും ഇയാളിൽ ഓർമ്മയുടെ ചില അവശിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഇയാൾ പറഞ്ഞു, കാല് നക്കുന്ന പട്ടി. അപ്പോൾ ആ പട്ടി പറഞ്ഞു, അക്കാര്യത്തിൽ ഞാൻ നിന്നോളമില്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് എനിക്ക് പട്ടിയെ കിട്ടിയത്. അപ്പം പുട്ടിയെയും പട്ടിയെയും കിട്ടി. അപ്പോൾ അത് ചേർത്ത് ഞാനൊരു ചൊല്ലുണ്ടാക്കി. ആ ചൊല്ലാണ്, ഒരു പട്ടിയായാലും ഒരു പുട്ടിയാവരുത്. ലൂഷൻ അരാഷ്ട്രീയവാദികളായ മനുഷ്യർ കുട്ടികളായി മാറുന്നതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചു, പുരസ്കൃത രാഷ്ട്രമെന്ന് പറയുന്നത് ജാതി മേൽക്കോയ്മ കെട്ടിപ്പൊക്കിയ ഒന്നാണ്. അതേക്കുറിച്ച് വിശദമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഫാസത്തിൻ്റെ ഒരു കാഹളം വിളിയായി മാറിയിട്ടുള്ള വന്ദേ മാതരം, അതേക്കുറിച്ചുള്ളൊരു സൂക്ഷ്മ വിശകലനം നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള, അതായത് സൂക്ഷ്മമായ കാര്യങ്ങളോട്, സങ്കീർണമായ കാര്യങ്ങളോട് സംവദിക്കാൻ, സംഭാഷണം നടത്താൻ കെൽപ്പില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ VMSനെ ഓർമ്മിക്കുന്നത്. ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു ചൊല്ലുണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്, പിന്നെ നമ്മളിങ്ങനെ പുതിയ ചൊല്ലുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചിലർക്ക് തോന്നാം. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ചൊല്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. മിക്കവാറും ആരും വായിക്കാനിടയില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ പറയാവുന്നതാണ്. അതെന്താന്ന് പറഞ്ഞാൽ, ചൊല്ല് ഇത്രയേ ഉള്ളൂ: ഒരു പട്ടിയായാലും ഒരു പുട്ടിയാവരുത്. ഇതാണ് ഞാനുണ്ടാക്കിയ ചൊല്ല്. ഒരു പട്ടിയായാലും ഒരു പുട്ടിയാവരുത്. പുട്ടി എന്നുള്ളതിന് എനിക്ക് കിട്ടിയത്, സാധാരണ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ചുമരിൻ്റെ മുകളിൽ പൊട്ടും പൊളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കുഴമ്പ് പോലുള്ള സാധനം, അതിനുള്ള പുട്ടി എന്ന് പറയാം. പിന്നെ മിനുസപ്പെടുത്തൽ എന്നുള്ള അർത്ഥത്തിൽ പറയും. അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷേ ഈ പ്രയോഗം എനിക്ക് കിട്ടിയത് നിയോമി ക്ലീനെ വായിക്കുമ്പോഴാണ്. നമ്മളീ പറയുന്ന മൂലധന വിരുദ്ധ സമരത്തിൽ സ്വന്തമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന കനേഡിയൻ ചിന്തകയാണ് നിയോമി ക്ലീൻ. അവരുടെ നോ ലോഗോ എന്നതിലാണെന്ന് തോന്നുന്നു അവർ പറയുന്നുണ്ട് പുട്ടിയെക്കുറിച്ച്, പീപ്പിൾ വിത്തൗട്ട് മെമ്മറി ആർ പുട്ടി. വളരെ ചെറിയൊരു നിർവചനമാണ്. പീപ്പിൾ വിത്തൗട്ട് മെമ്മറി ആർ പുട്ടി. ഓർമ്മയില്ലാത്തവരാരാണോ അവരാണ് പുട്ടി എന്ന് വിളിക്കപ്പെടാൻ അർഹരായിത്തീരുന്നത്. ആ പദവിക്ക് ഏറെക്കുറെ മലയാളികളായ നമ്മളും അർഹരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. ഇനി പട്ടി എന്നുള്ളത് എനിക്ക് കിട്ടിയത്, അതും ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ കിട്ടാനുണ്ടോ, പട്ടിയൊക്കെ പുട്ടിയൊക്കെ. പക്ഷെ പട്ടി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ, ആ പട്ടി എനിക്ക് കിട്ടിയത് ദ റിട്ടോർട്ട് ഓഫ് എ ഡോഗ് എന്ന ലുഷൻ്റെ, ചൈനയുടെ മാക്സിം ഗോർക്കി എന്ന് മാവോസത്തുങ് വിശേഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭ പ്രതിഭ കവി ലൂഷൻ. ആ ലൂഷൻ്റെ വൈൽഡ് ഗ്രാസ്, ആ കവിതാപുസ്തകത്തിൻ്റെ പേര് തന്നെയും സമരോത്സുകമാണ്. വൈൽഡ് ഗ്രാസ്. നമ്മൾ പറഞ്ഞ പുരസ്കൃതരല്ല, തിരസ്കൃതർ. ചട്ടിയിൽ വളവും വെള്ളവും ഇട്ട് പരിപാലിപ്പിക്കുന്നതല്ല, മറിച്ച് ആ പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട മേൽവിലാസം പോലുമില്ലാത്ത, ചവിട്ടാൻ ഭൂമിയോ തലക്കുമുകളിൽ ആകാശമോ ഇല്ലാത്ത അനാഥമാക്കപ്പെട്ട ജീവിതം. അതാണ് തീർച്ചയായിട്ടും ഈ ബഹിഷ്കൃതർ. അപ്പോൾ ഈ കവിത ബഹിഷ്കൃതരുടെ കവിയാണ് സത്യത്തിൽ ലൂഷൻ. അദ്ദേഹത്തിൻ്റെ കവിതയുടെ പേര് ദ റിട്ടോർട്ട് ഓഫ് എ ഡോഗ്, ഒരു നായയുടെ തിരിച്ചടി എന്നാണ് അതിൻ്റെ പേര്. മലയാളത്തിൽ പട്ടിയുടെ തിരിച്ചടി എന്നും പറയാം, നായയുടെ തിരിച്ചടി എന്നും പറയാം. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പുട്ടി ബാധിച്ച, അതായത് മണ്ണും നമ്മുടെ നാട്ടിലൊരു മലയാളം പ്രയോഗം മണ്ണും ചാണകവും തിരിച്ചറിയാത്ത എന്നാണ്. പക്ഷേ ചാണകത്തിൻ്റെ പദവി വളരെ ഉയരുകയും മണ്ണിൻ്റെ പദവി വളരെ താഴുകയും ചെയ്ത ഒരു കാലത്ത് ഈ ചൊല്ലിന് പഴയതുപോലെ പ്രവർത്തിക്കാനാവില്ല. ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭാഷയിലെ സങ്കീർണത. നമ്മളിതൊന്നും മനസ്സിലാക്കാതെ പഴയ രീതിയിൽ തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ വെട്ടിലാവും. അതുകൊണ്ട് ഈ പട്ടി, അല്ല ഈ മനുഷ്യൻ, ഈ പുട്ടിയായ മനുഷ്യൻ, അയാൾ ഒന്നിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ആൾക്കൂട്ടക്കൊലകൾ അയാളുടെ വിഷയമല്ല.
ഇന്ത്യയിലെ ഒരു മുൻ MP-യും കവിയും വളരെ പ്രസിദ്ധനുമായിരുന്ന ഇഹ്സാൻ ജാഫറി കൊല ചെയ്യപ്പെട്ടത് നഗ്നനാക്കി ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് വന്ദേ മാതരം ചൊല്ലാൻ പറഞ്ഞിട്ടായിരുന്നു. അദ്ദേഹം ചൊല്ലിയില്ല. വന്ദേ മാതരം ചൊല്ലാൻ പറഞ്ഞാൽ മുഴുവൻ ആർക്കാ ചൊല്ലാൻ പറ്റുക? അതിന് തന്നെ വേണം ഒരു 2 മാസത്തെ പരിശീലനം. അപ്പം വന്ദേ മാതരം ചൊല്ലാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ മനുഷ്യരുണ്ട്. ഞാൻ കൂട്ടത്തിലൊരു ബ്രാക്കറ്റ് കൂടി പറയാം. വന്ദേ മാതരത്തെ നമുക്ക് പലതരത്തിൽ പഠിക്കാം. എല്ലാ പഠനവും നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്ന് വന്ദേ മാതരം മുഖ്യമായും പഠിക്കപ്പെടേണ്ടത് ജാതി മേൽക്കോയ്മയുടെ കാലത്ത് വന്ദേ മാതരം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ബങ്കിംചന്ദ്ര ചാറ്റർജി ആനന്ദമഠത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതിയ വന്ദേ മാതരം അല്ല, തെരുവിൽ അത് ചൊല്ലാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്ന മനുഷ്യരുടെ കുത്തിയൊലിച്ചു പോയ ചോര, പറന്നുപോയ പ്രാണൻ, ചിതറിപ്പോയ സ്വപ്നങ്ങൾ, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇന്ന് വന്ദേ മാതരം വായിക്കാൻ. ഞാൻ അമർത്തി പറയുന്നു, വന്ദേ മാതരത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ വായനകളെയും സ്വാഗതം ചെയ്യുകയും അതേസമയം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മുൻഗണന കൊടുക്കേണ്ട വായന ഏത് എന്ന ചോദ്യം ഉന്നയിക്കുകയുമാണ്. പറഞ്ഞു വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അതേക്കുറിച്ചൊന്നും ആലോചിക്കാതെ, വന്ദേ മാതരമൊക്കെ ചൊല്ലാത്തതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ആലോചിക്കാതെ, വിലക്കയറ്റത്തെക്കുറിച്ച് ആലോചിക്കാതെ, ഇന്നത്തെ ഇന്ത്യൻ വീർപ്പുമുട്ടിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാതെ ഒരു മനുഷ്യൻ വെറും ഒരു പൊട്ടിയായി ഒന്നും ഓർക്കാത്ത ഒരാളായി ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പിറകിൽ കാലിൻ്റെ മടമ്പിൽ എന്തോ തൊട്ടില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പട്ടി. ഇയാൾ പൊട്ടിയാണെങ്കിലും ഇയാളുടെ ഓർമ്മയുടെ ചില അവശിഷ്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഇയാൾ പറഞ്ഞു, കാല് നക്കുന്ന പട്ടി. അപ്പോൾ ആ പട്ടി പറഞ്ഞു, അക്കാര്യത്തിൽ ഞാൻ നിന്നോളമില്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ചാണ് എനിക്ക് പട്ടിയെ കിട്ടിയത്. അപ്പം പുട്ടിയെയും പട്ടിയെയും കിട്ടി. അപ്പോൾ അത് ചേർത്ത് ഞാനൊരു ചൊല്ലുണ്ടാക്കി. ആ ചൊല്ലാണ്, ഒരു പട്ടിയായാലും ഒരു പുട്ടിയാവരുത്. ലൂഷൻ അരാഷ്ട്രീയവാദികളായ മനുഷ്യർ പുട്ടികളായി മാറുന്നതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. നമ്മുടെ വർത്തമാനകാല സാഹചര്യം അവിടെയാണ് EMSൻ്റെ ഓർമ്മകളൊക്കെ വളരെ വളരെ ജ്വലിക്കുന്ന ഒന്നായി. EMSൻ്റെ ഓർമ്മകളും നമ്മുടെ ഓർമ്മകളൊക്കെ ജ്വലിക്കേണ്ട ഒന്നായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്.